ഹായ് ഹലോ അസ്സാം വലൈക്കും. എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇൻസ്റ്റയിലൊക്കെ വൈറലായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു എഗ്ഗ് കൊണ്ടുള്ള റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നമുക്ക് റെസിപ്പി തയ്യാറാക്കാനായിട്ട് 2 മുട്ടയാണ് ആവശ്യം. ഒരു മുട്ട ബീറ്റ് ചെയ്തെടുക്കാൻ വേണം. ഒരു പുഴുങ്ങിയ മുട്ടയാണ് കേട്ടോ ആവശ്യം. ഒരു മുട്ട പുഴുങ്ങി എടുത്തിട്ടുണ്ട്. ഇനി ഒരു മുട്ട ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് 1 നുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് ഒരു സ്പൂൺ വെച്ച് നന്നായിട്ട് അടിച്ച് പതപ്പിച്ചെടുക്കാം. ഇനി ഇത് കണക്ക് ഒരു ചെറിയൊരു തവ നമുക്ക് എടുക്കാം. നമ്മൾ കടുക് താളിക്കാനൊക്കെ എടുക്കൂലേ, ആ ഒരു സംഭവമാണ് കേട്ടോ എടുത്തിട്ടുള്ളതും. അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കുക. ആവശ്യത്തിനല്ല, കുറച്ച് അധികം തന്നെ എണ്ണ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് നമുക്ക് പുഴുങ്ങി മാറ്റി വെച്ചിട്ടുള്ള മുട്ടയില്ലേ, അത് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ അടിച്ച് മാറ്റി വെച്ചിട്ടുള്ള മുട്ട അതിന് മുകളിലായിട്ട് ഒഴിച്ച് കൊടുത്തതിന് ശേഷം സവാള ചെറുതായിട്ട് കട്ട് ചെയ്തതും ക്യാരറ്റ് കട്ട് ചെയ്തതും കുറച്ച് മല്ലിയിലയും കുറച്ച് കുരുമുളക് പൊടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്തൊക്കെ വെജിറ്റബിൾ ആവശ്യമുണ്ടോ അതെല്ലാം അതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഇത് കണക്കൊരു ചട്ടി ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ അപ്പച്ചട്ടി ഇല്ലേ, അപ്പം ചുടുന്ന ആ ഇരുമ്പ് ചട്ടി വെച്ച് കൊടുത്തിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഇതൊന്ന് മുകൾ ഭാഗം ഒന്ന് വെന്തിട്ടുന്ന സമയത്ത് ഒന്ന് മറിച്ചിട്ട് കൊടുത്ത് മറുഭാഗം കൂടെ ഒന്ന് കളർ ചേഞ്ച് ആക്കി എടുക്കാവുന്നതാണ്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാവുന്നതാണ്. നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എനിക്കിത് അത്ര വലിയ സംഭവമായിട്ടൊന്നും തോന്നിയിട്ടില്ല കേട്ടോ. നമുക്ക് പുഴുങ്ങിയ മുട്ടയും പിന്നെ വെജിറ്റബിളൊക്കെ കടിക്കാൻ കിട്ടുന്ന ആ ഒരു ടേസ്റ്റ് ഉള്ള കേട്ടോ. പിന്നെ അത്ര അങ്ങ് ഭയങ്കരമായിട്ടുള്ള ടേസ്റ്റും കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾ ശരിക്കും ഇത് ആരെങ്കിലും ട്രൈ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഒന്നും കമൻ്റ് ഇടാൻ മറക്കല്ലേ, എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത്. എന്തായാലും എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ഷെയർ ആക്കാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ഇടാനും മറക്കരുത്. പുതുതായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കാൻ മറക്കല്ലേ. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.